അനുമോള് യെസ് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ആൾക്കാർ ഇത് കെട്ടിക്കും. അത് നടക്കില്ല. ഇത് നോ പറഞ്ഞാൽ ഇത്രയും പാവം നല്ല വ്യക്തി പുറകെ നടന്നിട്ട് നിഷ്കരണം തള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ കാർഡിട്ട് കളിക്കും. ഇമോഷൻ കാർഡിട്ട് ആര് കളിക്കും? മറ്റേ പുള്ളി കളിക്കും. മനസ്സിലായില്ലേ? പക്ഷെ പുള്ളിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അന്ന് വന്നപ്പം ഈ പറഞ്ഞ റോബോട്ടിക് നടത്തം പോലെ തന്നെ ഒരു വീട്ടിനകത്ത് അങ്ങോട്ടും തെക്ക് കിടക്കും. കാരണം എനിക്ക് തോന്നുന്നു അനീഷ് ഇങ്ങനെ നടന്ന് ആലോചിച്ച് പ്ലാനുകൾ പൊക്കിക്കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പോ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു എനിക്ക് തോന്നുന്ന അനുമോളുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് ഉണ്ട്. പ്രലോഭനം എന്ന് പറയുന്ന ഒരു സാധനം ഈ ആരൊക്കെ അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് കണ്ണുകൊണ്ടൊരു നോട്ടവും പിന്നെ ഒരു സാധനവും പിന്നെ ആ തലേണ പില്ലോയൊക്കെ എടുത്തോണ്ട് ഗിഫ്റ്റ് കൊടുത്ത് കണക്ക് മറിച്ച് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു എന്താ പറയാ ഒരു ചില കളികൾ പോലെ ഒരു ഡ്രാമ. ഇനിയിപ്പോ രണ്ടുപേരും ഗെയിം പ്ലാൻ ഇട്ടു. പക്ഷെ ഈനാൻ വെച്ചിക്ക് മരപ്പെട്ടി എന്ന് പറഞ്ഞ കണക്ക് ഇപ്പൊ രണ്ടും കുടുങ്ങും. ഇതിപ്പം പ്രേക്ഷകർ മണ്ടരാവോ അതോ പ്രേക്ഷകരെ മണ്ടരാക്കുന്നതാണോ? എന്തായാലും പ്രേക്ഷകർ മണ്ടരല്ല. അത് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും.